നമുക്കിതിലേക്ക് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, എന്നാലും വളരെ നല്ലതാണ്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് സാധാരണ കടകളിൽ ലഭ്യമല്ല, ഇത് മുൻകൂട്ടി ഓർഡർ ചെയ്ത് വേണം ഇത് വരുത്താനായിട്ട്. കളർഫുള്ളാലേ. ഇതാ അവസാനമായി കറിവേപ്പില ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. ഇതാ കണ്ടോ, നല്ല മുരുമുരിപ്പോട് കൂടിയ സ്പ്രിംഗ് ചിക്കൻ. നമസ്കാരം, വീണ്ടും ദർബാർ ഹാളിലാണ് കൊടുങ്ങല്ലൂർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1200 പേർക്കുള്ള സ്പ്രിംഗ് ചിക്കൻ ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ദർബാർ ഹാളിൽ കഴിഞ്ഞ തവണ നമ്മൾ 1-2 ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ള റിവർ സൈഡ് ഗാർഡനാണ് ദർബാർ ഹാൾ. ഒരു മിനി ഹോളുണ്ട്, ഒരു വലിയ ഹോളുണ്ട്, ഒരുപാട് ഏരിയ പാർക്കിംഗ് സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു വില്ലയുണ്ട് കേട്ടോ, 4 ബെഡ്റൂമുള്ള ഫുൾ AC ഒരു ലക്ഷറി വില്ലയുണ്ട്. ഫുൾ സെറ്റപ്പുള്ളൊരു ഹോളാണത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാതുണ്ടോ, റിവർ സൈഡിൽ ഞാൻ പറഞ്ഞത് ഇത് പുല്ലൂറ്റ് പാലമാണ് കാണുന്നത്. ഒന്നങ്ങോട്ട് കാണിച്ച്, പുല്ലൂറ്റ് പാലം. ഔട്ട്ഡോർ നമ്മൾ പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ദർബാർ ഹാള്. ഹോളിനെ പറ്റി പറയാനല്ല ഞാൻ വന്നത്. എന്തായാലും നമുക്ക് ആ ഒരു 1200 പേർക്കുള്ള സ്പ്രിംഗ് ചിക്കൻ്റെ മേക്കിംഗ് വീഡിയോ കാണാം. വാ. ഞാൻ സിജു. നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് ലഗൂൺ കോഴിയുടെ ഏകദേശം 400 ഗ്രാം വരുന്ന സംഭവമാണ്. ഇപ്പോൾ നമുക്ക് ഇതിനായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടി. ഏകദേശം ഒരു 1/2 കിലോളം. പിന്നീട് പെരിഞ്ജീരകം, കോൺഫ്ലോറാണ് കോട്ടിങ് പിടിക്കുന്നതിന് വേണ്ടി. ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇത് ഏകദേശം ഒരു 1500 പീസോളം ഉണ്ട്. 400 ഗ്രാം തൂക്കം വരുന്ന കോഴിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. 1.5 കിലോ വെളുത്തുള്ളി, 3/4 കിലോ ഇഞ്ചിയും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/4 കിലോളം. പിന്നീട് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 1 കിലോളം കാശ്മീരി മുളക് പൊടി. ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 500 ഗ്രാം ചിക്കൻ മസാല. പിന്നീട് നമുക്കിതിലേക്ക് ഒരു 1 കിലോ നാരങ്ങയുടെ നീരാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കോഴി നമ്മൾ 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. 400 ഗ്രാം വരും ഒരു കോഴി. ഇത് വളരെ സോഫ്റ്റും അതീവ രുചികരവുമായ കുഞ്ഞി കോഴിയാണ്. നമ്മൾ ഉണങ്ങിയ തേങ്ങാപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് അല്പം മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ശരിക്ക് ക്രിസ്പി അല്ല, ഇത് മസാലകളെല്ലാം യോജിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ചേർത്താൽ മാത്രമേ എണ്ണയിൽ ഇടുമ്പോൾ തെറിച്ച് പോകാണ്ടിരിക്കാനായിട്ട്. അല്പം കുരുമുളക് പൊടി, ഏകദേശം ഒരു 500 ഗ്രാം ചതമുളക് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കിട്ടാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ആയിരത്തി 200 പേർക്ക് ഉള്ള സ്പ്രിംഗ് ചിക്കനാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മസാല ചേർത്ത് ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വെളിച്ചെണ്ണയും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, നാരങ്ങനീര്, മുളക് പൊടി, ചതച്ച മുളക്, ചിക്കൻ മസാല, ഗരം മസാല, പിന്നീട് ഉണങ്ങിയ തേങ്ങാപ്പൊടി, മുട്ട, മൈദ, അരിപ്പൊടി, കോൺഫ്ലോർ, ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. ഇത് സാധാരണ കടകളിൽ
ലഭ്യമല്ല. ഇത് മുൻകൂട്ടി ഓർഡർ ചെയ്ത് വേണം ഇത് വരുത്താനായിട്ട്. ഏറ്റവും അധികം വരുന്നത് ചിക്കൻ മണ്ണുത്തി ഫാമിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാലക്കുടിയിൽ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് ഈ സാധനം. ഉപ്പ് അല്പം കുറവുണ്ട്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം മസാല സെറ്റായിട്ടുണ്ട്. 1 മണിക്കൂർ റെസ്റ്റിന് വിടാം. 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ച് കൊടുക്കാം. കളർഫുള്ളാലേ അവസാനമായി നമുക്കിതിലേക്ക് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, എന്നാലും വളരെ നല്ലതാണ്. 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കിത് വറുത്ത് തുടങ്ങാം. എണ്ണയിലിട്ട് ഒരു 2 മിനിറ്റ് വരെ ഇളക്കാണ്ട് വെക്കണം, കാരണം മസാല അതിൽ പിടിച്ച് ചേർക്കണം. പിന്നീട് അധികം മൊരിയരുത് ഈ സാധനം. ഒരു നല്ലൊരു ക്രിസ്പി പരുവാകുമ്പോൾ കോരിയെടുക്കാവുന്നതാണ്. 4 മിനിറ്റോ മതിയാവും ഇത് വറുത്ത് കോരുവാനായിട്ട്, കാരണം മസാലയിലിരുന്ന് ഏകദേശം പകുതി വേവ് ആയിട്ടുണ്ടത് കണ്ടോ. അതിൻ്റെ ഒരുപാട് മൊരിക്കരുത്. കറിവേപ്പിലിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. കണ്ട ഇതാ കണ്ടോ, നല്ല മുരുമുരിപ്പോട് കൂടിയ സ്പ്രിംഗ് ചിക്കൻ. നമ്മുടെ കാറ്ററിങ്ങിൻ്റെ പേരാണ് ഒലിവ് കാറ്ററിംഗ്. കൊടുങ്ങല്ലൂരാണ് നമ്മുടെ കാറ്ററിംഗ് വരുന്നത്. ഓക്കെ.